കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ AC ഇല്ലാതെ രോഗികൾ വലഞ്ഞെന്ന മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ പരിഹാരമുണ്ടാകുന്നു. പാഴ്സി സമൂഹത്തിന്റെ പ്രതിനിധി കൂടിയായ കോഴിക്കോട് സ്വദേശി സുബിൻ മാർഷലാണ് വിവരമറിഞ്ഞ് 4 AC ആശുപത്രിയിൽ എത്തിച്ചു നൽകിയത്. UDF MLAയും കൌൺസിലറും സംഭവത്തിൽ നടപടി സ്വീകരിച്ചിരുന്നു. ഇതിനിടെയാണ് സുബിൻ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയത്. നോർത്ത് MLA K ജയന്ത് AC നൽകുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെ AC യൂണിറ്റുകൾ പ്രവർത്തനരഹിതമായതോടെ രോഗികൾ വലഞ്ഞത് മീഡിയ വൺ നേരത്തെ വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഈ കാര്യത്തിലൊരു പരിഹാരമായിരിക്കുകയാണ്. ഇവിടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇടപെട്ട് ഒരു വ്യക്തി ഇവിടേക്ക് AC നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൈമാറ്റ ചടങ്ങായിരുന്നു ഇപ്പോൾ അല്പസമയം മുൻപ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നമുക്കൊപ്പം ഇവിടെയുള്ള നിയുക്ത MLA K ജയന്ത് ചേരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അത് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ആശ്വാസമുള്ളൊരു കാര്യം. കോഴിക്കോടിൻ്റെ സ്നേഹത്തെ പൂർണ്ണമായി ഈ നഗരത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉപയോഗിക്കുമെന്ന് ഞാൻ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ അതൊരു നിമിത്തം പോലെ എൻ്റെ പ്രിയ സ്നേഹിതൻ സുബിൻ, ഞാൻ പറഞ്ഞിട്ടല്ല, സഫറിയായിരുന്നു ഇവിടുത്തെ ഈ വാർഡിൻ്റെ കൗൺസിലർ സഫറിയായിരുന്നു ഇത് സുബിനുമായിട്ട് സംസാരിച്ച്, അവരും സുഹൃത്തുക്കളാണ്. അപ്പം ഈ കോഴിക്കോട് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നത് ഇതുപോലുള്ള സൗഹൃദങ്ങൾ കൊണ്ടാണ്. ഈ നഗരത്തിൻ്റെ മുഖമായി നിൽക്കുന്ന നിരവധി വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും ചേർന്ന് ഈ നഗരത്തെ വലിയ മാറ്റങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കും. ഈ ആശുപത്രി ഈ നഗരത്തിന് മാത്രമല്ല, ഈ സംസ്ഥാനത്താകെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുവാനുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ തുടക്കം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. തീർച്ചയായും സുബിൻ മാർഷൽ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് ഇങ്ങോട്ട് 4 AC യൂണിറ്റുകൾ നൽകുകയും ചെയ്തിട്ടുള്ളത്. എങ്ങനെ തോന്നുന്നു ഈ ഒരു അവസരത്തിൽ? എന്താണ്? തീർച്ചയായിട്ടും ഇത് എൻ്റെയും കൂടി ഒരു ഹോസ്പിറ്റലാണ്. ഞാൻ എത്ര കൊല്ലങ്ങളായിട്ട് ഇവിടെ വെള്ളയിൽ റോഡിൽ ജീവിച്ച ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ദറായിസ് മാർഷലിൻ്റെ പേരിൽ ഞാൻ വിചാരിച്ചു തന്നു ഞാൻ ഇത് ഡൊണേറ്റ് ചെയ്യാൻ. എൻ്റെ വാർഡിൽ കൗൺസിലറും പുതുതായി ജനിച്ച MLAയും കൂടെ ആയ K ജയന്തിനോടും സൂപ്രണ്ടിനോടും എല്ലാവരോടും എൻ്റെ 1000 നന്ദി. നിരവധി രോഗികൾ വരുന്ന ഒരു സ്ഥലമാണ്, അവിടെ പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിച്ചില്ലേ? സന്തോഷം, ദൈവത്തിന് സ്തുതി. കാരണം ഈ വേനൽക്കാലത്ത് വലിയ പ്രയാസമുള്ള സമയമാണ്. അപ്പോൾ ഡയാലിസിസ് ചെയ്യൽ തന്നെ വലിയ പ്രയാസമാണ്. ആ സമയത്ത് അവർ അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ അവിടെ AC ഉണ്ടായിരിക്കുക എന്നുള്ളൊരു മനുഷ്യത്വ സമയം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ട ഒരു സംഗതിയാണ്. സർക്കാർ എന്നൊക്കെ പാസ്സായി വരുമ്പോഴേക്കും ഇറ്റ് വിൽ ടേക്ക് ടൈം എടുക്കും. അപ്പോൾ അതിന് പെട്ടെന്നൊരു റെമഡി എന്തെന്നുള്ളത് ഞാനൊരു ഫ്രണ്ട്ലി ടോക്കിൽ മിസ്സസ് സുബിനായിട്ട് സംസാരിച്ചതാണ്. പക്ഷേ അദ്ദേഹം അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്തു. വളരെ സന്തോഷം. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയോട് ഇത് ചെയ്ത പാസി അഞ്ചുമൻ ട്രസ്റ്റിനോടുള്ള കടപ്പാട്, സുബിനോടുള്ള പേഴ്സണൽ കടപ്പാട് ഒരു ജനപ്രതിനിധി വാർഡിലെ എന്നുള്ള നിലയ്ക്ക് ഞാൻ അങ്ങേയറ്റം രേഖപ്പെടുത്തും. തീർച്ചയായും ഏതായാലും UDFൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായത്. അതിന് പിന്നാലെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് AC വിതരണം ചെയ്യുകയായിരുന്നു. നേരത്തെ തന്നെ മീഡിയ വൺ ഇവിടെ ഈ AC ഇല്ലാത്തതിൻ്റെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു, നിരവധി വാർത്തകൾ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഏതായാലും കൂടുതൽ നടപടികൾ, ഈ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് കൂടി UDFൻ്റെ MLA ആയ K ജയന്ത ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ വൺ, കോഴിക്കോട്.